അപ്പോ നീ അതിനുള്ള ബിൽഡിംഗ് നോക്കിയില്ലേ? ഇനിയിപ്പോ അത് വാങ്ങി വെച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. മേമ, ആക്ച്വലി നൈസ് ഐഡിയ. ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ആദ്യം ഭക്ഷണം കഴിക്കാം. ഓക്കേ. നീ ഇവിടുന്ന് പോയതിനു ശേഷം അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കാത്ത ദിവസമില്ല. വാ, വന്ന് എൻ്റെ അടുത്ത് വന്ന് ഇവിടെ ഇരിക്കേ. അശോക, നീ എന്താ എന്തോ വാങ്ങാൻ വന്ന പോലെ വന്ന് നിൽക്കുന്നേ? ക്ഷണപത്രം വേണം നിനക്ക് ഇനി വരാൻ വേണ്ടിയിട്ട്? വേണ്ട സൂരി. മുത്തശ്ശ, ഇന്നൊരു വ്രതമുണ്ട്. എനിക്കിന്നൊന്നും കഴിക്കാൻ പാടില്ല. ഓ, അതെന്താ ഇന്ന് ഫുൾ ഡേ ഉപവാസമാ? ചോട്ടിച്ചാം, വന്നിരുന്നേ. അതിന് ദൈവം ഒന്നും പറയാൻ പോകുന്നില്ല. വന്നിരുന്നേ, ബാറ്റ് ചെയ്യാൻ നോക്കിയേ. ഇരിക്കേ. ഇല്ല ചെറിയച്ച, ഞാൻ ഉപവാസം ഒരിക്കലും തെറ്റിക്കാറില്ല. ഈ നേരം ആവുമ്പോഴേക്കും ഞാൻ PG-യിലേക്ക് എത്തണമായിരുന്നു. ഞാൻ ഇറങ്ങിക്കോട്ടെ. അപ്പോ നീ PG-യിലങ്ങ് ഉറപ്പിച്ചോ? ആ മുത്തശ്ശ. സോ എല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിട്ട് വന്നാ? ദിസ് ഇസ് ടു മച്ച് അഞ്ജു. കുറച്ചേരം ഇവിടെ നിന്നിട്ട് പോവാം. PG എങ്ങോട്ടും പോവില്ല. അല്ല ശ്രീരാമേട്ടാ, അവിടെ ചെന്നിട്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. നീ ആത്മാഭിമാനമുള്ള കുട്ടിയാന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങളൊന്നും നിന്റെ ആരുമല്ലെന്ന് അങ്ങ് കരുതരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങണം. ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചു വേണം കേട്ടോ. കൂടെ പോയിട്ട് വാ. ശരി മുത്തശ്ശ. ശരി, എന്നാ ഇറങ്ങട്ടെ. ബൈ. ഞാൻ അഞ്ജുനെ കൊണ്ട് വിട്ടിട്ട് വരാം. ഏയ്, നീ ഒന്ന് നിൽക്കടാ. ഞാനും വരുന്നുണ്ട്. പുതിയ വീട്ടിലേക്ക് പോകണ്ടേ? ഇനി മുതൽ നീ അവിടെ വേണം നിൽക്കാൻ. മനസ്സിലായില്ലേ? അപ്പു, ആ വീടിന്റെ കീ തന്നെ. വൈ മേമ. എന്തോന്ന് വൈ? പുതിയൊരു വീടാവുമ്പോ അവിടെ ഇനി എന്തൊക്കെ സാധനങ്ങളൊക്കെ വേണമെന്നൊക്കെ നോക്കണ്ടേ അപ്പു? നിങ്ങൾ രണ്ടുപേരും കൂടി പോയാൽ അതും നിങ്ങളൊരു ഓഫീസാക്കും. ഞാനും സാധനം കൂടി പോയി എല്ലാം ഒന്ന് നോക്കിയിട്ട് വരാം. കുഴപ്പമില്ല മേമ. എന്ത് കുഴപ്പമില്ലെന്ന്? ചേട്ടൻ അനിയത്തിയും കുറെ കാലം കഴിഞ്ഞ് മീറ്റ് ചെയ്യാം. ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ ഗോസിപ്പ് പറയാനുണ്ടാവുമല്ലോ അല്ലേ? ചെല്ല് ചെല്ല്, ഗോസിപ്പൊക്കെ പറഞ്ഞിട്ട് വാ. ഞാനും സാധനം കൂടി പോയി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. കറക്റ്റ് മേമ. ഇവളവിടെ കാലുകുത്തുന്നത് നന്നാക്കാൻ വേണ്ടിയല്ല, തകർക്കാൻ വേണ്ടിയായിരിക്കും. നല്ല ആക്ടറാ ഭാർഗവി മോളെ, നീ സമ്മതിക്കണം. ശരി, ഞാൻ ഇറങ്ങട്ടെ. അഞ്ജലി, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണം കേട്ടോ. ചോട്ടിച്ചാം, എനിക്ക് ഇഞ്ചുറി വല്ലതും വന്നു കഴിഞ്ഞാൽ നീ തന്നെ വേണം നോക്കാൻ. മറക്കല്ലേ, എല്ലാം അറിയാലോ. ബൈ. ഓക്കെ, ശരി. ഞങ്ങൾ വരട്ടെ. ബൈഡ. ഇത്രയും വലിയ വീട് ഈ ബെഗേഴ്സിന്. എടാ അശോക്, ആ വീട്ടിൽ ഓരോ കോർണേഴ്സും നിങ്ങൾക്കുള്ള കിണിയായിരിക്കും. കരുതിയിരുന്നു. ഏയ് പപ്പജി, ഇങ്ങതാ. എന്തായി ചെയ്യുന്നേ? ഏട്ടാ, ഞാൻ ഓട്ടോ പിടിച്ചു പൊക്കോളാം. എന്താ നിന്റെ പ്രശ്നം? PG-യിലാക്കി തരാന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇതൊക്കെ? ചേട്ടാ, എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെയുണ്ട്. വന്നപ്പോ തൊട്ട് ദാ ഈ നേരം വരെ ഇവിടെ നിൽക്കാൻ എത്ര കഷ്ടപ്പെട്ടു എന്നറിയോ? വീണ്ടും വീണ്ടും എന്നെ ഇങ്ങോട്ട് വിളിക്കല്ലേട്ടാ, പ്ലീസ്. പപ്പാച്ചി, നിങ്ങൾ കടപ്പാടെന്ന് പറയും.
എനിക്ക് മുത്തശ്ശൻ എനിക്ക് തരുന്ന സഹായങ്ങളും ശ്രീരാമേട്ടൻ എനിക്ക് തരുന്ന സ്നേഹത്തിനും ഒക്കെ കടപ്പാട് നന്ദിയൊക്കെ ഉണ്ട്. നമുക്ക് ദൂരത്ത് നിന്ന് കടപ്പാട് തീർക്കാൻ ചേട്ടാ. അടുത്തു നിന്ന് ചെറുതായി പോകണ്ട. റാമിനെ വിട്ട് വരാനാണോ പറയുന്നത്? ഒരിക്കലും അല്ല. പക്ഷെ ദയവ് ചെയ്തൊന്നും പറയണ്ട. ഞാൻ റാമിന് വേണ്ടി എന്ത് സഹിക്കാനും തയ്യാറാണ്. നിങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം തരാൻ പോലും താല്പര്യമില്ലാത്ത ചെറിയ മനസ്സുള്ളവരിവിടെ ഉണ്ട് ഏട്ടാ. അവരെല്ലാവരെക്കാളും റാമിന്റെ സ്നേഹം എനിക്ക് വലുതാ പാപ്പാജി. ഞാൻ ഇറങ്ങട്ടെ. താ, വിടാൻ പറഞ്ഞില്ലേ? നിന്റെ PG-യിലെ ഓട്ടോയിൽ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. അതുപോലെ സിഹി, റെഡിയായോ? ഇത്ര നേരമായിട്ട് യൂണിഫോം പോലും ഇട്ടില്ലേ നീ? സിഹി, നീ എവിടെയാ? സീതമ്മ, ഞാൻ റെഡി ആയിട്ട് കുറെ നേരായി. നീയാ ലേറ്റ്. ഞാൻ നിന്ന് നിന്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. നീ മറന്നുപോയോ? എനിക്ക് ഈ ഡ്രോയിങ് ഫ്രണ്ടിനെ കണ്ട് കൊടുക്കണ്ടേ സീതമ്മ? നിന്നോട് എങ്ങനെയാ സിഹി ഞാൻ പറയാ? നീ ഒന്നും പറയണ്ട. നീയല്ലേ പറഞ്ഞിട്ടുള്ളേ പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാ അത് സാധിച്ചു കൊടുക്കണമെന്ന്. എന്റെ ഫ്രണ്ടിന് ഞാൻ പ്രോമിസ് കൊടുത്തതാ. എനിക്കത് പൂർത്തിയാക്കണം. നീ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ പ്രിയ എന്നെ പിക്ക് ചെയ്യും. ഞാൻ പ്രിയയുടെ കൂടെ പൊക്കോട്ടെ? എന്തെങ്കിലും ചെയ്യാം. നിന്നോട് തർക്കിച്ചോണ്ടിരിക്കാനേ എനിക്ക് സമയമില്ല. അങ്ങോട്ട് വന്നിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. സീതമ്മ, ഞാൻ വരുന്നത് ഈ ഡ്രോയിങ് കൊടുക്കാനാ, അല്ലാതെ ബുദ്ധിമുട്ടിക്കാനല്ല. ഓഫീസിലേക്ക് വരുന്ന കാര്യത്തില് നീ ഭയങ്കര ഹാപ്പിയാണല്ലേ? വളരെ 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 ഹാപ്പി. നീ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം മോളെ. എനിക്കറിയാം നിനക്ക് റാമിനോട് ഒരുപാട് ഒരുപാട് ഇഷ്ടമുണ്ടെന്ന്. ചിലപ്പോഴൊക്കെ എത്രയൊക്കെ ശ്രമിച്ച് തടഞ്ഞാലും അത് നിൽക്കില്ല. നദി പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇന്നലെ രാത്രി മുതൽ വീട്ടിലേക്ക് വന്നിട്ടില്ലേ ഈ മുതലാളി? ഇവനിത് എങ്ങോട്ടാ പോയേ? ഇവിടെ ഇങ്ങനെ ഒരുത്തി ഉണ്ടെന്ന് അറിയില്ല ഇവന്. ഒരു തവണയെങ്കിലും ഞാൻ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാന്നൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ ഇവന്? പറയില്ല. അതെങ്ങനെ ഇവനെന്നെ ഓർമ്മയില്ല. ഞാൻ എപ്പോഴും ഓർത്തോണ്ടേ ഇരിക്കും. എപ്പോഴും ഇങ്ങനെയാ. ലൈഫിൽ ഫസ്റ്റ് ടൈമാ ഒരു ചെറുക്കനോട് ഇത്രയ്ക്ക് ഇഷ്ടം തോന്നുന്നത്. ഇനി ഞാൻ തുടങ്ങാൻ പോവാ. നിന്നെ ഇനി വിടുന്ന പ്രശ്നമേ ഇല്ല. വള വേണോ? വള, ഫാൻസി വള വേണോ? വള വേണോ? വള, നല്ല ഫാൻസി വളകൾ, നല്ല ഒന്നാം തരം വളകൾ. വള വേണോ? വള, ആന്റി, ആന്റി നിക്കേ, ഒരു മിനിറ്റ് നിക്കേ. എന്താ വേണ്ട മോളെ? ആന്റി, ഈ 2 കൈ നിറയാൻ എത്ര ഡസൻ വള വേണം? ഒരു 2 ഡസൻ വേണം മോളെ. കൈ നിറയെ വളയുണ്ടാവും. 2 അല്ല 3 ഡസൻ എടുത്തോ, 2 കൈക്ക്. ശരി, ഏത് കളറാ മോളെ വേണ്ടേ?
ഇതാ വേണ്ടേ, രണ്ടും ചേർത്ത് 3 ഡസൻ എടുത്തോ. ഓഫീസിലേക്കാ പോകുന്ന സന്തോഷത്തില് മാഡം വേഗം നടക്കുന്നുണ്ടല്ലോ. നിൽക്ക്, ഞാൻ ഓട്ടോ വിളിക്കാം. സീതമ്മ, ഞാൻ എന്റെ ഫ്രണ്ടിനെ എപ്പോഴാ കാണുന്നെന്ന് ഞാൻ വെയിറ്റിംഗിലാ. സീതമ്മ, എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് നീ പറഞ്ഞതേ ഇല്ല. ഒരുങ്ങുന്ന കാര്യത്തില് നീ അമ്മ, ഞാൻ മോളും. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. സീതമ്മ, ഓട്ടോ ബുക്ക് ചെയ്തോ? ആയി, 3 മിനിറ്റ് എന്നാ കാണിക്കുന്നത് മോളെ. 8:06 തോന്നുന്നുണ്ട്. ഞാൻ വിളിച്ചു നോക്കട്ടെ. ഇങ്ങോട്ട് വാ. ഹലോ ഹലോ ചേട്ടാ, എവിടെയുള്ളേ? അതെയോ, ഞങ്ങളിവിടെ എത്തി. വന്നോളൂ. എത്ര നേരാ സീതമ്മ? ഓഫീസിലേക്ക് ലേറ്റ് ആവില്ലേ? ഒരു 2 മിനിറ്റിലെങ്കിൽ വരും. സിഹി, സത്യം പറ, നീ ഓഫീസിലേക്ക് വരുന്നതിന്റെ ഉദ്ദേശം എന്താ? ഉദ്ദേശം എന്ന് വെച്ചാ നീ നിന്റെ തലയില് എന്ത് കയറ്റി വെച്ചോണ്ട് ഓഫീസിലേക്ക് വരുന്നത്? എന്താ നിന്റെ പ്ലാൻ? തലയിൽ എന്ത് കയറ്റി വെക്കാനാ സീതമ്മ? തലയിൽ ഭാരാവില്ലേ? തലയിൽ ഒന്നുമില്ല. സിഹി, നീ ഓവർ സ്മാർട്ട് ആണെന്ന് എനിക്കറിയാം. പറയ്. ഒന്നുമില്ല സീതമ്മ. ഓട്ടോ വന്നു, വാ. സിഹി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എനിക്കൊന്നും പറ്റില്ല സീതമ്മ. എന്തൊരു സ്പീഡിലായി പോകുന്നത്. എന്റെ റേസ് ആണെന്നാണോ വിചാരം? റോഡിൽ ആളുകൾ ഉണ്ടെന്നുള്ള ചിന്ത പോലുമില്ല. സീതമ്മ, നമ്മൾ അവന്റെ പുറത്ത് കണ്ടത് ഗണ്ണാണോ? ഗണ്ണല്ല മോളെ, അത് ഗിത്താറാ. ഓ, രവി സാർ എപ്പോഴും കൊണ്ടു നടക്കാറില്ലേ, അതാണോ? ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പ്രിയ, കൈ നിറയെ വളയൊക്കെ ഇട്ട് തിളങ്ങുവാണല്ലോ. എന്തു പറ്റി? ഈ വള കൊള്ളാവോ? സൂപ്പർ ആയിട്ടുണ്ട്. എന്താ, കല്യാണം ഉറപ്പിച്ചോ? ഏകദേശം അതുപോലെയാ. എന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കിന് ഇങ്ങനെ കൈ നിറച്ച് വളയിടുന്നത് ഒരുപാട് ഇഷ്ടമാ. അതുകൊണ്ടാണ് ഞാൻ ഇട്ടെ. ആഹാ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈ വള നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് ഉറപ്പാ. ഇവർക്കൊക്കെ ഇതിങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മിഷൻ സക്സസ്ഫുൾ. ഹായ്.
ഗുഡ് മോർണിംഗ് എവരിവൺ. ഗുഡ് മോർണിംഗ്. കൊറേ ഹായ് ഞാൻ പറഞ്ഞല്ലോ. വള കണ്ടു കാണോ എന്തോ. ഗുഡ് മോർണിംഗ്. എന്താ സാർ ഇത്? നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോ? അതെന്താ ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ടല്ലോ. വീട്ടിലില്ലായിരുന്നല്ലോ, നിങ്ങൾ മാഞ്ഞു പോയില്ലേ? ഞാൻ വീട്ടിൽ വന്ന് ബെല്ല് ഞെക്കി 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 അത് ഞെക്കിയത്. എനിക്ക് മടുത്തു. ഞാൻ കരുതി സിംഗപ്പൂരിലേക്കോ മലേഷ്യയിലേക്കോ പറന്നു പോയി കാണുമെന്ന്. അത് ഞാൻ ഇനി മുതൽ ആ വീട്ടിലുണ്ടാവില്ല. വേറെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആവാണ്. എന്നെ വിട്ടിട്ട് പോവാണോ? ആ സോറി, ഐ മീൻ നമ്മള് നെയ്ബേഴ്സ് അല്ലേ? ഏരിയ എങ്ങാനും ചേഞ്ച് ചെയ്യുവാണോ? ഹാ, ഇനി മുതൽ നമ്മൾ നെയ്ബേഴ്സ് ആയിരിക്കില്ല. ശരിക്കും ഈ കുരങ്ങന്റെ പ്രശ്നം എന്താ? രണ്ടാൾക്കും ഒരുമിച്ച് ഒരു ഏരിയയിൽ നിൽക്കാൻ പറ്റുമായിരുന്നല്ലോ. ഇനി ഒറ്റയ്ക്ക് അനാഥ പ്രേതത്തെ പോലെ നിൽക്കണോ? ആ പഴയ PG യിലേക്ക് തന്നെ പോയാലോ? ഈ വള കൊണ്ട് ഒരു യൂസും ഉണ്ടായില്ല. ഇതെന്താ ഇത് ഇങ്ങനെ? പെട്ടെന്ന് ഗൗരിയമ്മയെ പോലെ കൈ നിറയെ വളയൊക്കെ ഇട്ട്. ഞാൻ നോക്കി കോംപ്ലിമെന്റ് ചെയ്യാനാണോ ഈ സർക്കസ് കളിക്കുന്നേ? ഞെക്കി 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 ഞെക്കി. ഓഫീസിലുള്ള എല്ലാവരും എന്നെ കണ്ട ഹാപ്പി ആവുമല്ലേ? സന്തോഷമൊക്കെ കാണും. പക്ഷെ നീ അവിടെ പോയി ആരും ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കരുത്. എന്റെ കൂടെ തന്നെ നിൽക്കണേ. ഓക്കെ സീതമ്മ. സിഹി, അറിയില്ല, ആരോ വന്നിട്ട്. സാർ അവനെ കിട്ടിയില്ല സാർ, അവൻ അതിലെ ഓടി. പവൻ പോയി ആദ്യം നീ ആ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തേ ഫാസ്റ്റ്. ഇതാ ആ
ആദ്യം വെള്ളം കുടിക്കേ. സർ വാ സർ ഹോസ്പിറ്റലിൽ പോവാം. നോ നോ ഇറ്റ്സ് ഓക്കെ. ഇത് ജസ്റ്റ് ഒരു ഇഞ്ചുറി മാത്രമല്ലേ ഉള്ളൂ. റാം, ഇങ്ങനെയൊക്കെ ഇഞ്ചുറി വന്നിട്ടും നീ ഒരു സ്മോൾ ഇഞ്ചുറി എന്ന് പറയുന്നത് എന്താ? കൈ കാണിച്ചേ. You okay? സർ ഓക്കെ അല്ലേ? യാ ഐ എം ഓക്കെ. അത് പാവം സിഹി പേടിച്ചു പോയോ? സിഹി, സിഹി, സിഹി.